അവിയലിന്റെയോ? അവിയലിന്റെ കഷ്ണം പച്ചക്കായ, പടവലങ്ങ, വെള്ളരിക്ക, മുരിങ്ങക്ക, ക്യാരറ്റ് ഉണ്ടെങ്കിൽ അത് ഇടാം. വഴുതന, അവിയലില്ലേ കൈ കിട്ടുന്നൊക്കെ ആയിരിക്കണം. ചേന, ഇത്രയും വേണം, ഇത്രയും മസ്റ്റാ. ഇതെല്ലാം കൂടെ ചെറുതായിട്ട് അരിയുന്ന കണക്കറിയാമല്ലോ. പച്ചമുളക് അധികം എരിയില്ലാത്തത് മുളകൊക്കെ ചേർത്താൽ മതി. അവിയലിന് ഒരുപാട് എരി വേണ്ട. ഒരുപാട് എരിയായ അതിന്റെ ടേസ്റ്റ് അങ്ങ് പോകും. മുരിങ്ങക്കായും തക്കാളിയും ഉണ്ടെങ്കിൽ അത് അതിന്റെ കൂടെ ഏറ്റവും ടോപ്പിലിടണം. പ്രഷർ കുക്കറി വെക്കുവാണെങ്കിൽ അടുപ്പിൽ വെക്കണം. ഇച്ചിരി ശകലം വെള്ളം ഒഴിച്ച് അത് നല്ല മാതിരി കഴുകിയിട്ട് അടുപ്പിൽ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ആദ്യം വെക്കണം. പ്രഷർ കുക്കറിലാണെങ്കിൽ പക്ഷെ ഒറ്റ വിസിലേ ആകാവൂ. അരയ്ക്കുന്നതിന് കുറച്ച് ചുമന്നുള്ളി, ലസൂൺ, തേങ്ങ വേണം മസ്റ്റ്. പച്ചമുളക് പഴുത്തതുണ്ടെങ്കിൽ അതൊന്ന് രണ്ടെണ്ണം അരച്ചാല്, ജീരകം അത് ഒരുപാടൊന്നും ഇടരുത്, ഒരുപാട് അരയരുത്. തട്ടിയിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെറിയ തിള വരണം. ഇരിക്കുന്നത് വേഗണം. അരപ്പിന് പച്ചച്ചുവ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഒരു 2 സ്പൂൺ തൈര്, ഏറ്റവും ലാസ്റ്റ് തൈരും കൂടെ അതിനകത്ത് ഒഴിച്ച് പിന്നെ കരിവേപ്പില ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചു കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്താണ് വെച്ചേക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴെടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശരിയായി. അതിന്റെ ഉപ്പ് പാകം നോക്കണം, അത്രേ വേണ്ടി. അതാണ് അവിയൽ. ബീൻസും ക്യാരറ്റും തോരൻ ഉണ്ടാക്കുന്നത് വളരെ ഈസിയാണ്. ഇതിന് ഞാൻ 2 ക്യാരറ്റും കുറച്ച് ബീൻസും ആണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റിനെ ഇങ്ങനെ ചോപ്പറിലിട്ട് നമുക്ക് കുരുകുരാന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ തന്നെ ബീൻസും നല്ല കുരുകുരാന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഏത് വെജിറ്റബിൾ ആയാലും തോരന് നല്ല കുരുകുര ആയിട്ട് സ്മോൾ പീസസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഒരു ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ എടുത്തിട്ട് കടുകും മുളകും പൊട്ടിക്കുക. കട്ട് ചെയ്ത ക്യാരറ്റും ബീൻസും ചേർത്തിട്ട് നമുക്ക് ഉപ്പും മഞ്ഞളും ഇട്ട് നല്ലോണം വേവിക്കണം. ഇനി ഇതിൻ്റെ നമുക്ക് പേസ്റ്റ് റെഡിയാക്കാം. അതിന് 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് തേങ്ങ, ഒരു നുള്ളു ജീരകം. ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മുടെ വെജിറ്റബിൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് വെള്ളം റിലീസാവും. അത്രയും മാത്രം വെള്ളം നമുക്ക് മതി. ഇനി ഈ പേസ്റ്റും കൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിയുടെ പച്ച ടേസ്റ്റ് മാറുന്നവരെ കുറച്ചൊന്ന് കുക്ക് ചെയ്യുക. ഇനി കരിവേപ്പില ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ട് നമ്മുടെ തോരൻ റെഡിയാണ്. വെള്ളരിക്ക കിച്ചടിക്ക് വേണ്ടി മഞ്ഞ വെള്ളരിക്ക ഒരെണ്ണം എടുക്കുക. അതിന്റെ മണ്ട മുറിച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോഴേ മനസ്സിലാവും അതിന് കയ്പുണ്ടോ ഇല്ലയോ. അപ്പൊ കയ്പൊന്നും ഇല്ലെങ്കിൽ അതിന്റെ തൊലിയൊക്കെ ചെത്തി അകത്തുനിന്ന് അരിയൊക്കെ മാറ്റി ചെറിയ ചെറിയ പീസായിട്ട് അരിയണം. എന്നിട്ട് ഇത് ഉണ്ടാക്കേണ്ട പാനില് ഇച്ചിരി എണ്ണ എടുത്ത് കടുക്, കരിവേപ്പില, വറ്റൽമുളക് ഇട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്കായും പച്ചമുളകും ഉപ്പും പാകത്തിന് വെള്ളം ഒഴിച്ച് വേവാൻ വെക്കണം. ആ വെള്ളരിക്ക ഒന്ന് ഡിപ്പായിട്ട് കിടക്കുന്നത്രേ. പകുതി ടീസ്പൂണ് കടുകിനെ ഒന്ന് ചതച്ചിട്ടിടണം. വെച്ചാൽ നമ്മൾ ഒത്തിരി നേരം അരയ്ക്കുന്നില്ല. ഒരു വെള്ളരിക്ക അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 കട്ടോരി വരും അരിഞ്ഞു കഴിയുമ്പോൾ. അപ്പൊ ഒരു കട്ടോരി തേങ്ങ മതി. നല്ല കട്ടിയുള്ള തൈര് എടുക്കണം, 1 കട്ടോരി. 1 കറക്കി 2 കറക്കി അത്രയും മതി. അതെടുത്തിട്ട് വെള്ളരിക്ക വെന്ത് വെള്ളം വറ്റി കഴിയുമ്പം ഈ അരച്ചത് അങ്ങോട്ടിട്ട് ഇളക്കി ഓഫ് ചെയ്ത് അങ്ങ് അടച്ചു വെക്കുക. അപ്പൊ നമ്മൾ പിന്നെ നോക്കുന്ന തന്നെ നല്ല കട്ടിയിൽ തിക്കായിട്ട് ഇങ്ങനെ ഇരിക്കും. വേണമെങ്കിൽ പിന്നെ ഇച്ചിരൂടെ തൈര് വേണമെങ്കിൽ മിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ. പൈനാപ്പിൾ പച്ചടി എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഫേവറേറ്റ് പച്ചടിയാണ്. പൈനാപ്പിള് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി പൈനാപ്പിൾ കട്ട് ചെയ്യുന്ന ഒരു ഈസി ആയിട്ട് വിധി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത പൈനാപ്പിളിൽ നമുക്ക് ഉപ്പും മഞ്ഞളും കുറച്ച് ശർക്കരയും കൂടെ ആഡ് ചെയ്തിട്ട് വെള്ളവും ആഡ് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ എടുത്ത പൈനാപ്പിളിന് അത്ര മധുരം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ശർക്കര ചേർത്തത്. പക്ഷേ ഇറ്റ് ഈസ് ടോട്ടലി ഓപ്ഷണൽ. ഇതിന് പേസ്റ്റിന് വേണ്ടി 2 പച്ചമുളകും കുറച്ച് ജീരകവും കൂടെ ചേർക്കുന്നുണ്ട്. കടുകിനെ കുറച്ച് ക്രഷ് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. അതായിട്ട് തിക്ക് കേർഡ് ആഡ് ചെയ്തിട്ട് 2 പ്രാവശ്യം പൾസ് ചെയ്യുക, അത്രയും മതി. ഇനി ഈ കുക്കായ പൈനാപ്പിളിൽ നമ്മൾ ഈ പേസ്റ്റ് ചേർത്തിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ എടുത്തിട്ട് കടുകും മുളകും പൊട്ടിക്കുക. അതിൻ്റെ കൂടെ കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കുറച്ച് നേരം അടച്ചു വെക്കുക. അതിനെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് പൈനാപ്പിൾ പച്ചടി റെഡിയാണ്. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന കൂട്ടുകറിയാണ്. പച്ച ഏത്തക്കായ 2 എണ്ണം, പിന്നെ ചേന, ഒരു ചേനയാണെങ്കിൽ അതിൽ ഹാഫ് എടുത്താലും മതി, അല്ലെങ്കിൽ ഒരു ഹാഫ് എടുത്താലും തെറ്റൊന്നുമില്ല. അത് ഹാഫ് എടുക്കാൻ പറ്റും. ചെറുതാണെങ്കിൽ കപ്പ്. പിന്നെ കടല, തലേ ദിവസം കടല കുതിർത്ത് വെക്കുക. പിറ്റേന്ന് രാവിലെ കഷ്ണങ്ങളെല്ലാം മുറിച്ചിട്ട് നമ്മൾ പിന്നെ കൂട്ടായിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് തന്നെ അതിൽ ഉപ്പ് മഞ്ഞൾ ഇട്ടിട്ട് കുക്കറിൽ വെച്ച് വേവിക്കുക. ഒരു 5 വിസിലെടുത്തോ. 5 വിസിലാവുമ്പോൾ വെന്തോളൂ. ഇപ്പൊ കടലയെല്ലാം വേഗം വേവുന്നതാണ്.
അതിന് കറി ഉണ്ടാക്കാനുള്ള ചേരും. ചെറിയ തേങ്ങയാണെങ്കിൽ ഒന്ന് തന്നെ എടുക്കാം, വലിയ തേങ്ങയാണെങ്കിൽ ഹാഫ് എടുത്താൽ മതിയാവും. ജീരകം ഇട്ടിട്ട് പച്ചമുളക്, തോരന്റെ ഭാഗം ഒരു ക്രഷ് ചെയ്ത് അരവ് എല്ലാം കലക്കി എല്ലാം ആയി തിളച്ച് വരും. കടുക് പൊട്ടി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന് ചുവന്ന മുളക് ഇടുക, കുറച്ച് തേങ്ങ, കരിവേപ്പില ഇട്ട് വഴറ്റിയിട്ട് തേങ്ങ ചെറിയ ബ്രൗൺ കളർ വരുമ്പോൾ വാങ്ങി കറിയുടെ മേലെ താളിക്കുക. അതിൽ കറിവേപ്പില ഇടുക, എന്നിട്ട് പിന്നെ കുരുമുളക് ഒരു സ്പൂണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ, തേങ്ങ കൂടുതൽ എടുക്കുന്നവരും ഉണ്ട്, തേങ്ങ കുറച്ചെടുക്കുന്നവരും ഉണ്ട്. പക്ഷെ കുറച്ചും കൂടെ കൂടുതൽ എടുക്കുമ്പോഴാണ് ആ കറിക്ക് ടേസ്റ്റ് വരുന്നത്. ഓക്കെ, കൂട്ടുകറി റെഡി. ഞങ്ങൾ ട്രെയിനിൽ തിരുവല്ലയിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു അമ്മൂമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. ഇതാണ് കോട്ടയം പുളിശ്ശേരി. ഇതിനു വേണ്ടി ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും നീളത്തിൽ കട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ട് കടുകും മുളകും പൊട്ടിച്ച് ഈ കട്ട് ചെയ്തതെല്ലാം ചേർത്ത് നല്ലോണം വരട്ടി ഉലുവയും കൂടെ ചേർക്കണം. ഉപ്പും മഞ്ഞളും ഇട്ട് നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളത്തിന് കുറച്ചൊരു തിള വരുമ്പോൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കണം. കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക. ചട്ടിക്ക് നല്ല ചൂട് കാണും, അപ്പോൾ അതിൻ്റെ ചൂടിൽ തന്നെ നമ്മുടെ മോര് തിള വരുന്നതിന് മുമ്പ് വാങ്ങി വെക്കണം. കരിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ പുളിശ്ശേരി റെഡിയാണ്. വളരെ ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക ആൻഡ് കോമെൻറ്റിൽ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ പറയുക. കുമ്പളങ്ങയല്ലേ എന്ന് പറഞ്ഞാല് പിന്നെ വേണമെങ്കിൽ അതിന്റെ തൊലി വേണ്ടെങ്കിൽ കളഞ്ഞോളാ. പിന്നെ തൊലി കളഞ്ഞാലാണ് പിന്നെ അതിന്റെ ടേസ്റ്റ് വരിക. നേന്ത്രക്കായന്റെ പറഞ്ഞു. പിന്നെ പയറില്ലേ നമ്മളെ പിന്നെ വാളം പയറ് വലിയ നീളമില്ലേ, അല്ല മൂന്നും കൂടി അങ്ങ് ഉള്ളി പിന്നെ വേവിച്ചു വെക്കുക. പച്ചമുളക് അന്നേരം ഇടാ, ഒരുമിച്ച് തന്നെ ഇടാ. വെള്ളമൊന്നും തൊടാൻ പാടില്ല കേട്ടാ. കുമ്പളങ്ങയില് കുക്കറിൽ വെക്കുന്നതാണെങ്കിൽ ഒറ്റ ഐസില് വേവിച്ച് കഴിഞ്ഞിട്ട് 1 കപ്പ് തേങ്ങാപ്പാൽ വെച്ചോ. കറിവേപ്പില, പച്ച വെളിച്ചെണ്ണ നനക്കണം. കറിവേപ്പില ഇട്ടിലും വെളിച്ചെണ്ണ നനക്കാം. ഇതേ പണിയുള്ളൂ. അതിന് ഓലൊന്നും റെഡി. എരിശ്ശേരിയില് തേങ്ങ കൂടുതൽ അരയ്ക്കും, വറുത്തിടുന്നത് കുറവാ. കൂട്ടുകറിക്ക് അരപ്പ് കുറവും തേങ്ങ വറുത്തിടുന്നത് കൂടുതലുമാണ്. എരിശ്ശേരി കൂട്ടുകറിയുടെ വ്യത്യാസം അതാ. വൻപയർ ഏതായാലും നേരത്തെ കുതിർത്ത് വെക്കണം, എന്നാലേ സ്വാദ് വരത്തുള്ളൂ. അതും മത്തങ്ങയും കൂടെ തൊലിയൊക്കെ കളഞ്ഞ മത്തങ്ങ ഇട്ട് പ്രഷർ കുക്കറിലിട്ട് വേവിക്കണം. മഞ്ഞളും ഉപ്പും ഇട്ട് കരിവേപ്പില ഇട്ട് വേവിച്ച് കഴിഞ്ഞ് എരിശ്ശേരിയുടെയോ നല്ലതായിട്ട് അരയ്ക്കണം. നമ്മുടെ ഒരു അവിയൽ പാകത്തിന് അരച്ചാൽ മതി. കൊച്ചുള്ളി, വെളുത്തുള്ളി, തേങ്ങ, മുളക് പൊടി, ഇച്ചിരി ഒരു നുള്ളു ജീരകം, തേങ്ങ, മുളക് പൊടി, ഇത് അരച്ച് ചേർത്ത് കഷ്ണം വെന്ത് കഴിയുമ്പം കഷ്ണം ഒന്ന് ഉടച്ച് ഈ അരപ്പും ചേർത്ത് ആവശ്യത്തിന് ഗ്രേവി പോലെ ആക്കണം. ലൂസ് എത്ര വേണ്ടെന്ന് വെച്ചാൽ ആക്കി അരച്ച് ചേർത്ത് ഇളക്കി തിളപ്പിക്കണം. തിളപ്പിച്ച് മാറ്റി വെച്ചിട്ട് കടുക് വറക്കണം. കടുകിന്റെ കൂടി ഇച്ചിരി ഉഴുന്നുപരിപ്പും കൂടി ഇടും, ഭയങ്കര സ്വാദായി. ചുള്ളി ഇട്ട് കടുക് വറക്കാമെങ്കിൽ നല്ലത്. ഉള്ളി മൊരിഞ്ഞു കഴിയുമ്പം ഇച്ചിരി 1 സ്പൂൺ തേങ്ങ ചുരണ്ടിയത് അതിന്റെ കൂടെ ഇട്ട് നല്ല ചുമക്കെ വറക്കണം. തേങ്ങ ചുമന്ന് വരുമ്പം 1 നുള്ളു ഉപ്പും കൂടെ അതിന്റെ പുറത്ത് ഇടണം. ഉപ്പ് ഇട്ട് കഴിയുമ്പോ ആ തേങ്ങ വറുത്തതിന്റെ ചിലപ്പോ ഒരു ചെടിക്കൽ വരും ചിലർക്ക് കഴിക്കുമ്പോ. അപ്പൊ ഈ ഉപ്പും കൂടി ഇട്ട് കഴിയുമ്പോ ആ സ്വാദ് അങ്ങ് ഹൈലൈറ്റ് ആവും. കറിവേപ്പില, ഇച്ചിരി കശ്മീരി ചില്ലി പൗഡറും കൂടെ കടുക് വറുത്തതിനകത്ത് ഇട്ട് അതിനകത്തോട്ട് ഒഴിച്ചാൽ നല്ല ബ്യൂട്ടി ആയിരിക്കും കാണാൻ. അത്രയും മതി. നമ്മുടെ സദ്യയിൽ ഉണ്ടാക്കുന്നതാണ് കാളൻ എന്ന് പറയുന്നത്. ഏത്തക്കായ് വെച്ചിട്ടാണ് കാളൻ ഉണ്ടാക്കുന്നത്. അത് കട്ട് ചെയ്തിട്ടിട്ട് അത് വേവിച്ച് ഉപ്പും പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇട്ട് വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് എടുത്തു കഴിഞ്ഞതിന് ശേഷം തേങ്ങയും ജീരകവും കൂടെ നന്നായിട്ട് അരച്ചിട്ട് നല്ല അരയണം, പേസ്റ്റ് പോലെ അരയണം. അതിന്റെ അരപ്പ് കഷ്ണത്തിലോട്ട് താളിച്ച് കറിവേപ്പില ഇട്ട് ഉപ്പൊക്കെ പാകം നോക്കി ഇതേമാതിരി തന്നെ കടുക്, നമ്മുടെ ചുവന്ന മുളക്, കരിവേപ്പില ഇതൊക്കെ കൂടെ താളിച്ച് ഒരു ഉലുവയും കൂടെ ചേർക്കും അതിൻ്റെ അകത്ത്. അതാണ് ഇതിലൊരു വ്യത്യാസം. ഈ കൂട്ട് നമ്മൾ സൈഡിൽ വാങ്ങി വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം ചൂടോടെ ഒഴിക്കരുത്. പുളി അധികം ഇല്ലാത്ത, ഒരുപാട് പുളിയില്ലാത്ത നല്ല കട്ട തൈര് എടുത്ത് അതിൽ പാകം ചെയ്യണം. അത് ഇല്ലെങ്കിൽ പെരുത്തു പോകും. കുറുകി വരുന്നതാണ് കാളൻ. സാമ്പാർ ഉണ്ടാക്കാനുള്ള ചേരുവകള് നമ്മുടെ സൈഡിലൊക്കെ തേങ്ങ, മല്ലി വറുത്ത് അരച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ മുരിങ്ങക്കായ, ക്യാരറ്റ്, വെണ്ടയ്ക്ക, തക്കാളി വേണ്ട, എന്നാലും ഇതൊക്കെ മെയിനായിട്ട് വേണ്ടുന്ന. പിന്നെ സവോള, പച്ചമുളക്, ടൊമാറ്റോ, ക്യാരറ്റ്, പിന്നെ വെണ്ടയ്ക്ക. ആദ്യം ഫസ്റ്റ് പരിപ്പ് വേവിക്കാൻ
നമ്മൾ വെക്കും. കുക്കറിൽ തുവരപ്പരിപ്പ് കുക്കറിലിട്ട് ഒരു 4 വിസിലാകുമ്പോഴത്തേക്കും പരിപ്പ് വെന്തിരിക്കും. കഷ്ണങ്ങള് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് പറഞ്ഞ വെജിറ്റബിൾസ് എല്ലാം ഇതിൽ കുറച്ച് ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് വേവിക്കുക. കുക്കറിലിട്ട് വേവിച്ചാൽ എല്ലാം ഒരുപാട് അങ്ങ് വെന്ത് പോകും. ഒരുപാട് വെന്ത് പോയാൽ വെണ്ടയൊക്കെ കുഴഞ്ഞു പോകും. കുറച്ച് തേങ്ങ എണ്ണയില്ലാതെ വറുത്തെടുത്താലും മതി. ഒരു ചെറിയ ബ്രൗൺ കളർ വരുമ്പോഴത്തേക്കും മുഴുവൻ മല്ലിയാണെങ്കിൽ ആദ്യമേ ഇടുന്നതിലും തെറ്റില്ല, കുഴപ്പമില്ല. രണ്ടും കൂടെ തന്നെ ചെയ്യാം. വറുത്തെടുത്തതിന് ശേഷം അതിൽ കുറച്ച് ജീരകം ഇട്ട് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക, അരച്ചെടുക്കുക, നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പൊ ഇത് കഷ്ണങ്ങളെല്ലാം വെന്ത് അരവ് ഒരു പാകത്തിനുള്ള ഗ്രേവി ആക്കി എടുത്തതിന് ശേഷം വാളംപുളിയുടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ മുന്നേ വെള്ളത്തിലിട്ട് വെക്കുക. പുളിയും പിഴിഞ്ഞ് കുറച്ച് കരിവേപ്പിലയും ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. വാങ്ങി വെച്ചതിന് ശേഷം നമ്മൾ കടുകും ചുമന്ന മുളകും കുറച്ച് കരിവേപ്പിലയും കൂടി വറുത്ത് സാമ്പാറിൽ തളിച്ചിടും. അതാണ് നമ്മുടെ നാടൻ സാമ്പാർ. ചെറുപയറ് പരിപ്പ് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. വെറുതെ കളർ വരണമെന്നില്ല. എന്നാ ഒന്ന് റോസ്റ്റ് ആയിട്ട് ഒരു മണം വരും. റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ അത് ആ പാനിൽ തന്നെ വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ അത് അങ്ങനെ ഇരുന്ന് കുതിർന്നോളും. അത് കഴിഞ്ഞ് എടുത്ത് കഴുകി വെള്ളവും ഉപ്പും മഞ്ഞളും കരിവേപ്പില ഇട്ട് വേവാൻ വെക്കണം. കുതിരാൻ വെച്ചിട്ട് നമ്മൾ പരിപ്പ് വേവിക്കാൻ വെക്കുമ്പോൾ സ്വാദ് കൂടും. അപ്പം വെന്ത് കഴിഞ്ഞ് അത് അതിന്റെ ഗ്യാസ് ഒക്കെ പോയിട്ട് കുക്കർ തുറന്ന് തവിയിട്ട് നല്ലതായിട്ട് ഇളക്കി അതിനെ സ്മൂത്ത് ആക്കണം. അരക്കേണ്ടത് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി അരയ്ക്കുവാണെങ്കിൽ 1 അല്ലി കൊച്ചുള്ളിയും കൂടെ അരച്ചു നല്ല പേസ്റ്റ് ആക്കണം. വെണ്ണ പോലെ അരയണം. അത് പരിപ്പിനകത്ത് ചേർത്ത് നല്ലതായിട്ട് എത്ര കുറുക്കം വേണ്ടെന്ന് വെച്ചാൽ അതേപടി വെച്ച് തിളപ്പിക്കണം. ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് ആ വെളുത്തുള്ളി അരച്ചതൊക്കെ വെന്തോളൂ. അതിനകത്ത് ഇളക്കി ഓഫ് ചെയ്ത് വെളിച്ചെണ്ണയും കരിവേപ്പില ഇട്ട് അടച്ചു വെക്കണം. തിരുവല്ല സൈഡിൽ നമ്മൾ പരിപ്പിൽ കടുക് വറുക്കത്തില്ല. ഓണത്തിന് ഇനി ഒരു വീക്കല്ലേ ബാക്കിയുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ അച്ചാറുകളൊക്കെ ഉണ്ടാക്കി തുടങ്ങണ്ടേ? അതിനുവേണ്ടി പച്ച മാങ്ങയാണ് നമ്മൾ എടുക്കണ്ടേ. എൻ്റെ മാങ്ങ കുറച്ച് ഒരു യെല്ലോ കളർ ആയിപ്പോയി, പക്ഷെ പഴുത്തിട്ടില്ലായിരുന്നു. അപ്പൊ അതിനെ നല്ല സ്മോൾ പീസസിൽ കട്ട് ചെയ്തെടുത്ത് പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കുറച്ച് കായപ്പൊടി, കടുക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയും നല്ലെണ്ണ ചൂടാക്കിയിട്ട് 1 സ്പൂൺ മുളക് പൊടിയും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ എണ്ണ മാങ്ങേൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ലാസ്റ്റിൽ 1 സ്പൂൺ വിനേഗർ ചേർക്കാം. വിനേഗർ ചേർത്താൽ കുറച്ചും കൂടെ ദിവസം കടുമാങ്ങ നിൽക്കും. ഇനി ഇതിനെ നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ബോട്ടിലാക്കി 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ നല്ല ടേസ്റ്റാണ്. നാരങ്ങാക്കറിക്ക് നമ്മൾ എടുക്കുന്ന വടകാപ്പുളി നാരങ്ങയാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എല്ലാ സീഡ്സും മാറ്റി വയ്ക്കുക. നല്ല എണ്ണയിൽ കടുകും മുളകും പൊട്ടിച്ചിട്ട് കുറച്ച് കരിവേപ്പിലയും കായവും കൂടെ ചേർത്ത് പിന്നെ പച്ചമുളകും കൂടെ ചേർക്കുക. ഞാനിവിടെ ഉലുവയാണ് ചേർക്കുന്നത്. ഉലുവ പൊടി ചേർത്താൽ നല്ല കട്ടിയായിട്ട് വരും. 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കശ്മീരി ചില്ലി പൊടി, 1 സ്പൂൺ മുളക് പൊടി. മസാല വരണ്ട് വരുമ്പോൾ നാരങ്ങ ചേർത്ത് കഴിഞ്ഞ് ഉപ്പ് ചേർക്കുന്നുണ്ട്. പുളിവെള്ളം കറക്റ്റ് 2 മിനിറ്റ് മാത്രം ഇതൊന്ന് ഹൈയിൽ ബോയിൽ ചെയ്യുക. 1 സ്പൂൺ ജാഗരി പൗഡർ ആഡ് ചെയ്യുക. നല്ലതായിട്ട് ഇളക്കി വെച്ചിട്ട് കുറച്ച് തണുക്കുമ്പോൾ നമ്മുടെ നാരങ്ങാക്കറി നല്ല തിക്നെസ് ആയിട്ട് മാറും. നാരങ്ങാക്കറി റെഡിയാണ്. ഇതാണ് നമ്മുടെ സൗത്ത് കേരള ഇഞ്ചിക്കറി. ഇതാണ് നമ്മുടെ നോർത്ത് കേരള ഇഞ്ചിപ്പുളി. കാണാൻ രണ്ടും ഒരുപോലെ തന്നെ, പക്ഷെ ടേസ്റ്റിന് നല്ല ഡിഫറൻസ് ഉണ്ട്. കളറിലും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഡാർക്കർ കളറാണ്, ഇത് കുറച്ച് ലൈറ്റർ കളറാണ്. കൺസിസ്റ്റൻസിക്കും രണ്ടിനും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. സൗത്തിന്റെ വെർഷൻ കുറച്ച് തിക്കാണ് ആൻഡ് നോർത്തിന്റെ വെർഷൻ കുറച്ച് കൺസിസ്റ്റൻസി ലൂസാണ്. അപ്പൊ അതാണ് മേജർ ഡിഫറൻസ്. അപ്പൊ ഉണ്ടാക്കി നോക്കൂ രണ്ടും ആൻഡ് അഭിപ്രായം പറയൂ. നോർത്ത് കേരള ഇഞ്ചി പുളി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇഞ്ചി നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നല്ലെണ്ണയിൽ ബ്രൗൺ ആക്കി എടുക്കുക. ബ്രൗൺ ആക്കി എടുത്തിട്ട് അത് മാറ്റി വെച്ചിട്ട് അതേ സെയിം പാനിൽ പുളിവെള്ളവും ശർക്കര പാനിയും സമം ക്വാണ്ടിറ്റീസിൽ എടുക്കുക. അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കശ്മീരി ചില്ലി പൗഡറും 1 പൊടിക്ക് ഉലുവ പൊടിയും കൂടെ ചേർത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞ് ഈ വരട്ടി വെച്ച ഇഞ്ചി അതിൽ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് സിമ്മിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക. കടുക് വറുക്കാനായിട്ട് നല്ലെണ്ണയിൽ
കടുക്, വറ്റൽമുളക്, കരിവേപ്പിലയും പച്ചമുളകും കൂടെ നല്ലോണം മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഇഞ്ചി പുളിയിലേക്ക് ചേർക്കുക. ഇത് കുറച്ച് ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് ഒരു ലൂസായിട്ടിരിക്കണം. ഇനി നമുക്ക് സൗത്ത് കേരള ഇഞ്ചിക്കറി നോക്കിയാലോ. അതിന് വേണ്ടി നല്ലെണ്ണയിൽ ഇഞ്ചി നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്യണം. നല്ലോണം വറുത്തെടുക്കുക, ബ്രൗൺ ആക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് മിക്സിയിൽ ഇട്ട് പൊടിച്ചെടുക്കുക. ഇതിന് നമ്മൾ കടുക് ആദ്യമാണ് വറുക്കുന്നത്. നല്ലെണ്ണ എടുത്തിട്ട് കടുകും മുളകും പച്ചമുളകും കരിവേപ്പിലയും കൂടെ നല്ലോണം മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് പുളിവെള്ളം ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൊടിയും കായവും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ പൊടിച്ച് വെച്ച ഇഞ്ചി അതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 സ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് നല്ലോണം തിക്കാക്കി എടുക്കുക. ഇതിനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്താൽ 1-2 മാസം കേടാകാതെ നിൽക്കും. ഇഞ്ചി കറി, ഇഞ്ചി പുളി രണ്ടും റെഡിയാണ്. സേമിയ പായസത്തിന് വേണ്ടി നമ്മൾ ഏറ്റവും ആദ്യം പാല് തിളപ്പിക്കണം. ഇവിടെ ഞാൻ 1/2 കപ്പ് വെർമിസെലിയും 3 കപ്പ് പാലും ആണ് എടുത്തിരിക്കുന്നത്. വെർമിസെലി ഒന്ന് വെന്ത് വരുമ്പോൾ അതിൽ ഏലക്കാപ്പൊടി, 1 കപ്പ് പഞ്ചസാര ചേർത്ത് നല്ലോണം വേവിക്കണം. ഒരു പാനിൽ നെയ്യ് ചൂടാക്കിയിട്ട് റേസിൻസും കാഷ്യൂസും നല്ലോണം വറുത്തെടുക്കണം. ഇപ്പം നമ്മുടെ പായസം വെന്ത് നല്ല കുറുകിയിട്ടുണ്ട്. അതിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് റോസ്റ്റ് ചെയ്തത് നമ്മൾ ചേർത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് കുറച്ചും കൂടെ കുറുകുന്ന വരെ ബോയിൽ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വെർമിസെലി അല്ലെങ്കിൽ സേമിയ പായസം റെഡിയാണ്. അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ അട വേവിച്ചെടുക്കണം. അട എടുക്കുന്ന അത്ര അതിൻ്റെ ഡബിൾ വെള്ളം ഒഴിച്ചാൽ ഒരു 10 മിനിറ്റ്സ് ബോയിൽ ചെയ്താലേ അട അങ്ങ് റെഡിയാവും. ശർക്കര പാനി അതിൽ ചേർത്ത് കൊടുക്കണം. 1 കപ്പ് 2ാം പാല് ഒഴിച്ചു കൊടുക്കണം. അതൊരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് 1ാം പാല് ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് വേവിച്ചെടുക്കണം. നെയ്യിൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം റോസ്റ്റ് ചെയ്തിട്ട് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പം കണ്ടില്ലേ, പായസം നല്ലോണം കുറുകി വന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ അടപ്രഥമൻ റെഡിയാണ്.